ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു കെട്ടിടത്തിന്റെ, ഒരു വീടിന്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ ഉടമസ്ഥാവകാശം ഓണർഷിപ്പ് ചേഞ്ച് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും ഓൺലൈനിൽ എന്നുള്ളതാണ്. ഓണർഷിപ്പ് ചേഞ്ച് എന്നുള്ളത് രണ്ട് സന്ദർഭങ്ങളിലായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന്, ഒരാളിൽ നിന്നും മറ്റൊരാൾ വീട് വാങ്ങി അല്ലെങ്കിൽ കെട്ടിടം വാങ്ങി കഴിയുമ്പോൾ പുതിയ ആളുടെ പേരിലേക്ക് ഓണർഷിപ്പ് ചേഞ്ചിനുള്ള അപേക്ഷ കൊടുക്കാം. രണ്ട്, നിലവിലെ ഉടമ മരണപ്പെട്ടു പോയി അതിന്റെ അനന്തരാവകാശികളുടെ പേരിലേക്ക് നമുക്ക് ഓണർഷിപ്പ് ചേഞ്ചിനുള്ള അപേക്ഷ കൊടുക്കാം. ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഈ വീഡിയോയിൽ നമുക്ക് ഒരാൾ വിൽക്കൽ വാങ്ങൽ വഴി എങ്ങനെയാണ് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ലോഗിൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക. യൂസർ ഐ ഡി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന വിധം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു വീഡിയോയിൽ. ലോഗിൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ലാംഗ്വേജ് മലയാളത്തിലോട്ട് മാറ്റി കൊടുക്കുക നിർബന്ധമായിട്ടും. അതിനുശേഷം നമ്മൾ താഴോട്ട് വരിക. താഴോട്ട് വന്നിട്ട് നമുക്കിവിടെ കെട്ടിടങ്ങൾ എന്നുള്ളൊരു മെനു കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ കൈവശാവകാശം രണ്ട് ഓപ്ഷനുകളുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് തരത്തില് ഞാൻ പറഞ്ഞ ഒരു വിൽക്കൽ വാങ്ങൽ വഴിയുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും. അതായത് രണ്ടുപേരും സംയുക്തമായിട്ട് കൊടുക്കുന്ന ഒരു അപേക്ഷ, അതായത് വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളുടെയും സംയുക്തമായിട്ടുള്ള അപേക്ഷ. എന്നാൽ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് കക്ഷികളിൽ നിന്നും ഒരാളിൽ നിന്നും മാത്രമുള്ള അറിയിപ്പ്. അങ്ങനെ രണ്ട് ഓപ്ഷനാണ് ഉണ്ടാവുക. നമുക്ക് കൂടുതലായിട്ടും വരിക എന്നുള്ളത് ആദ്യത്തെ ഓപ്ഷൻ തന്നെയായിരിക്കും, സംയുക്തമായിട്ടുള്ളത് തന്നെയായിരിക്കും. അതായത് ആധാരങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സംയുക്തമായിട്ടുള്ള അപേക്ഷ കൂടി അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യും. സോ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ജില്ല സെലക്ട് ചെയ്യുക. ഓഫീസിന്റെ തരം എന്നുള്ളത് ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ നിലവിൽ ഇതിലോട്ട് മാറിയിട്ടില്ല. ഓഫീസിന്റെ പേര് എന്നുള്ള ഭാഗത്ത് ഏതാണോ പഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപേക്ഷകന്റെ തരം എന്നുള്ള ഭാഗത്ത് വ്യക്തിഗതമാണെങ്കിൽ വ്യക്തിഗതം സെലക്ട് ചെയ്ത് കൊടുക്കുക. വിഭാഗം എന്നുള്ള ഭാഗത്ത് പൊതുവിഭാഗം സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മുടെ എല്ലാ പഞ്ചായത്തിന്റെ അപേക്ഷകളിലും നമുക്ക് കാണാവുന്ന സെക്കൻഡ് സ്റ്റെപ്പ് തന്നെയാണ്. ഇവിടെ അപേക്ഷകന്റെ ആധാർ കാർഡ് ആദ്യം തന്നെ സെലക്ട് ചെയ്ത് ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപേക്ഷകന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അപേക്ഷകന്റെ വീട്ടുപേര്, സ്ഥലം, പ്രധാന സ്ഥലം, വാർഡ് നമ്പർ, പോസ്റ്റ് ഓഫീസ് എന്നിവ ഇവിടെ ടൈപ്പ് ചെയ്തും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അപേക്ഷകൻ ഈ ഒരു പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ആളല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴേക്ക് വന്നിട്ട് ഇവിടെ കത്തിടപാടുകൾ നടത്തുന്നതിനായിട്ട് മേൽവിലാസം എന്നുള്ളത് ടിക്ക് കൊടുക്കുക. ഇപ്പൊ നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലുകളെല്ലാം തന്നെ കോപ്പി ആയിട്ട് ഇതിലോട്ട് വരുന്നതാണ്. ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഡീറ്റെയിലുകൾ പൂരിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം തന്നെ ആഡ് ബിൽഡിംഗ് എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വാർഡ് ഇയർ എന്നുള്ള ഭാഗത്ത് വാർഡ് ഇയർ സെലക്ട് ചെയ്യുക. വാർഡ് നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡോർ നമ്പറും ഡോർ സബ് ഡിവിഷൻ നമ്പറും, അതായത് ബിൽഡിങ്ങിന്റെ കെട്ടിട നമ്പർ എത്ര, കെട്ടിട നമ്പർ സബ് ഡിവിഷൻ നമ്പർ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ABC പോലുള്ള നമ്പറുകൾ ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് ആഡ് എന്നുള്ള ബട്ടൺ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ബിൽഡിംഗ് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്തായിട്ട് പുതിയ കെട്ടിട ഉടമയുടെ വിവരങ്ങളാണ്. ആഡ് ഓണർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഇൻസൈഡ് ലോക്കൽ ബോഡി, ഔട്ട്സൈഡ് ലോക്കൽ ബോഡി. അതായത് ഈ ഒരു ഉടമ, കെട്ടിട ഉടമ, പുതുതായിട്ട് വരുന്ന കെട്ടിട ഉടമ ഈ ഒരു പഞ്ചായത്തിന്റെ പരിധിയിൽ തന്നെയുള്ള താമസക്കാരനാണെങ്കിൽ ഇൻസൈഡ് ലോക്കൽ ബോഡി കൊടുക്കുക. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് ലോക്കൽ ബോഡി കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുക്കാനുണ്ട്. പേര്, കെയർ ഓഫ്, വീട്ടുപേര്, സ്ഥലപ്പേര്, ജില്ല, ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ കൊടുക്കാനുണ്ട്. ആധാർ നമ്പർ കാര്യങ്ങൾ, ആധാർ നമ്പർ, ഫോൺ നമ്പർ ഒന്നും മാൻഡേറ്ററി അല്ല. ഇവിടെ റെഡ് കാണുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണോ അത് കൃത്യമായിട്ട് ഇവിടെ പൂരിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ബിൽഡിംഗ് ആഡ് ചെയ്ത് കൊടുത്തു, പുതിയ ഒരു ഓണറെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു ബിൽഡിംഗിൽ അവകാശം രണ്ടു പേർക്ക് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഓണർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഒന്നിലധികം ആളുകൾക്ക് ഓണർഷിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ട് ഡോക്യുമെന്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ആഡ് ഡോക്യുമെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏത് രജിസ്റ്റർ ഓഫീസിലാണ് ഈ ഒരു വസ്തുവിന്റെ പ്രമാണം രജിസ്റ്റർ ചെയ്ത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡോക്യുമെന്റ് നമ്പർ എന്നുള്ള ഭാഗത്ത് ഡോക്യുമെന്റ് നമ്പർ ടൈപ്പ് ചെയ്ത് ഡോക്യുമെന്റ് തീയതി എന്നുള്ള ഭാഗത്ത് ഏത് തീയതിയിലാണ് നടത്തിയത് സെലക്ട് ചെയ്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതും സേവ് ആയിട്ടുണ്ടാവും. ഒന്നിലധികം ഡോക്യുമെന്റുകൾ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ആ ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ട് ജന്മമാറ്റം നടപ്പിലാക്കിയ തീയതിയാണ്. അതൊക്കെ നമ്മുടെ ആധാരത്തിനകത്ത് തന്നെ ഉണ്ടാവും കൃത്യമായിട്ട്. അത് കൊടുക്കുക. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലോസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു വിൻഡോ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസ് ആയിട്ട് പോകുന്നതാണ്. ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു അപേക്ഷയുടെ പ്രിവ്യൂ കിട്ടും. പ്രിവ്യൂ കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുത്ത് വെരിഫൈ ചെയ്യുക. പുതിയ കെട്ടിട ഉടമയുടെ പേര്, വിലാസം, മറ്റുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുക. താഴേക്ക് വന്ന് ഇവിടെ ഒരു വാർഡ് നമ്പർ സെലക്ട് ചെയ്ത് കത്തിടപാടുകൾക്കുള്ള
ഓപ്ഷൻ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് 3 തരത്തിലുള്ള രേഖകളാണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒന്ന് കൈവശ സർട്ടിഫിക്കറ്റ്, ഒന്ന് കൈമാറ്റ രേഖ അല്ലെങ്കിൽ പ്രമാണം അല്ലെങ്കിൽ ആധാരം, അതുപോലെ തന്നെ സംയുക്തമായിട്ടുള്ള അപേക്ഷ. 3 കാര്യങ്ങളും ഓൾറെഡി നമ്മൾ സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ആ 3 ഫയലുകളും ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് സെലക്ട് എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ചൂസ് ഫയൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആ ഫയലുകൾ PDF ഫോർമാറ്റിലാണെങ്കിൽ PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്യുക. 5 രൂപയായിരിക്കും നമ്മളിപ്പോൾ നിലവിൽ അടക്കേണ്ടി വരിക. അതിനുശേഷമുള്ള എമൗണ്ട് പിന്നീട് പഞ്ചായത്തിൽ നിന്നും ഡിമാൻഡായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് ഒരു സത്യപ്രസ്താവനയാണ് അപേക്ഷകൻ നൽകുന്ന ഒരു സത്യപ്രസ്താവന. ഇവിടെ ടിക്ക് ബോക്സ് കൊടുക്കുക. അതിനുശേഷം ഇടത് ഭാഗത്തെ ബോക്സിലുള്ള ഈ കോഡ് ക്യാപ്ച കോഡ് നമ്മൾ വലതു ഭാഗത്തെ ബോക്സിലോട്ട് എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കും. അങ്ങനെ 5 രൂപ നമ്മൾ കോർട്ട് ഫീസ് സ്റ്റാമ്പിന്റെ 5 രൂപ നമ്മൾ പേയ്മെന്റ് ചെയ്യുക. കൈപ്പറ്റ് രസീത് കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കുക. ശേഷം പഞ്ചായത്ത് വെരിഫിക്കേഷന് ശേഷം ഇവിടെ നമുക്ക് ഡിമാൻഡ് നോട്ടീസിന്റെ ഭാഗത്ത് ഈ ഒരു കൈമാറ്റം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് എത്രയാണോ അത് അടക്കാനായിട്ടുള്ള ഡിമാൻഡ് വരും. അത് കസ്റ്റമറുടെ നമ്പറിൽ വിളിച്ച് കസ്റ്റമറോട് പറയുക എത്രയായിരിക്കും എമൗണ്ട് എന്നുള്ളത്. അത് ശേഷം ഓൺലൈനിൽ നമ്മൾ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഓൺലൈനായിട്ട് തന്നെ വിവരങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ്. ഈ ഒരു രീതിയിലാണ് ഒരു ഓണർഷിപ്പിന്റെ ചേഞ്ചിനുള്ള അപേക്ഷ നമ്മൾ കൊടുക്കുന്നത്.